അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ഫെബ്രുവരി 19 സമസ്തയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന ദിവസമാണ്. അതായത് SKSSF ഇതിൻ്റെ സ്ഥാപക ദിനമാണ്. SKSSF ദുബൈ, കർണാടക ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു അഭിമുഖ സദസ്സിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം അഭിമുഖത്തിനായി വന്നിരിക്കുന്നത് കർണാടകയുടെ സമസ്ത ഇതിൻ്റെ ഉത്ഭവകാലങ്ങളിൽ അതിൻ്റെ നേതൃത്വമായിരുന്ന, അതുപോലെ തന്നെ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗമായ, കർണാടകയുടെ ഫൈസീസിൻ്റെ തുടക്കക്കാരനും ഇന്നും അതിൻ്റെ അമരത്തിരിക്കുന്ന, മൊത്തത്തിൽ കർണാടകയുടെ എല്ലാ നിലക്കും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന അൽഹാജ് ഉസ്മാൻ ഫൈലി ഉസ്താദ് അവരുകളാണ് നമ്മോടൊപ്പം ഇന്ന് അഭിമുഖത്തിന് വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവരോട് നമ്മുടെ SKSF കർണാടകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരോട് സംസാരിക്കാം. ഇന്ന് നാം ഇവിടെ വെച്ചിരിക്കുന്ന വിഷയം തന്നെ SKSF കർണാടക ഇതിൻ്റെ തുടക്കവും ഇതിൻ്റെ വളർച്ചയും ഇതിൻ്റെ വർത്തമാനവും എന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമായി നാം അഭിമുഖീകരിക്കാം. നമ്മുടെ ഈ ഒരു സമസ്തയുടെ ഇതിൻ്റെ ഉത്ഭവം, അത് എങ്ങനെയാണ്, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്നെല്ലാം ഉസ്താദിൻ്റെ വാക്കിലൂടെ തുടങ്ങിക്കൊണ്ട് നമ്മൾ ഈ ഒരു അഭിമുഖം തുടങ്ങാം. ഇൻഷാ അല്ലാഹ്. സമസ്തയുടെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ, സഹാബത്തിലൂടെ ബഹുമാനപ്പെട്ട മഖ്ദൂമിങ്ങളിലൂടെ നമുക്ക് പരമ്പരാഗതമായി എത്തിയ ഒരു വിശ്വാസം, ഒരാദർശം. ആ ആദർശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇടക്ക് 1921 ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും മേൽപ്പറഞ്ഞ ആശയങ്ങൾക്ക് വിരുദ്ധമായി ചില വിശ്വാസങ്ങൾ, ചില ആചാരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ തുടങ്ങിയപ്പോൾ അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ എന്ന് പറഞ്ഞാൽ സമസ്ത പിന്നീട് രൂപീകരിക്കപ്പെടുന്ന അതിൻ്റെ നേതാക്കൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾക്കുള്ള നേതൃത്വത്തിലായിട്ട് അവരെല്ലാം ഒരുമിച്ച് കൂടി അവർ അതിനെപ്പറ്റി ആലോചിച്ചു. എന്നിട്ട് ഈ തെറ്റായ വിശ്വാസങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ ആവശ്യമാണ്. ഇദാ ലഹറത്തിൽ ബിദഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലാനത്തുല്ലാഹ്. വിദേഅത്തുകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനെപ്പറ്റി അറിയുന്ന പണ്ഡിതൻ മൗനമായിരുന്നാൽ അവൻ്റെ മേലെ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നുള്ള ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച സഹാബത്തിലൂടെ കൈമാറി വന്ന ആ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിച്ചു. 1925 അതിനെപ്പറ്റി ആലോചിക്കുകയും 26 രൂപീകരിക്കുകയും ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. റസൂലുള്ളാഹിയുടെ ആ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇന്ന് സമസ്ത നമ്മുടെ നാടാകെ പടർന്ന് പന്തലിച്ചിന്ന് നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലെല്ലാം ഇന്ന് സമസ്ത പൊന്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്തിൽ സമസ്തയുടെ കീഴിൽ ഒരുപാട് കീഴ്ഘടകങ്ങളുണ്ട്. അത് സമസ്ത രൂപീകരിക്കാനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ 40 ഉലമാക്കൾ, പാണ്ഡിത്യവും സൂക്ഷ്മതയും തഖ്വയും പ്രായവും എല്ലാമുള്ള 40 പണ്ഡിതന്മാർ കൂടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവർക്ക് താഴെ തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് താഴെ തട്ടിലേക്ക് അതിൻ്റെ പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി ഓരോ സംഘടനകൾ ആവശ്യമുള്ള സമയത്തിൽ ആവശ്യമനുസരിച്ചുകൊണ്ട് ഓരോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ഉദാഹരണമായി പറഞ്ഞാൽ ആദ്യമായി വിദ്യാഭ്യാസ ബോർഡ്. സമസ്തയുടെ മുഖ്യ ലക്ഷ്യം തന്നെ ഇൽമിനെ പ്രചരിപ്പിക്കൽ, പിന്നെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കലാണ്. അതുകൊണ്ട് അതിലേക്ക് നേതൃത്വം നൽകാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലേക്ക് രൂപം നൽകി. പിന്നെ അതിൻ്റെ ശേഷം
സമസ്തക്ക് താങ്ങും തണലുമായിട്ട് ഒരു 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 താങ്ങ് വെടിയായിട്ട് ഊന്നുവെടിയായിട്ട് SYS രൂപീകരിച്ചു. പിന്നെ മഹലിനെ എല്ലാം സമസ്തയുമായി ബന്ധിപ്പിക്കപ്പെടാൻ വേണ്ടി മഹലടിസ്ഥാനത്തിൽ സമസ്തയുടെ പ്രവർത്തനം, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി സുന്നി മഹൽ ഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ഓരോ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. അതിലും ഇന്ന് സമസ്തയുടെ ഊന്നുപടിയെന്ന് ഈ അടുത്ത് അസ്ഗർ അലി ഉസ്താദിനെ പോലുള്ള അതുപോലെ സമസ്ത മുശാറങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഈ SKSSF എന്നുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇത് രൂപിക്കാനുള്ള ഒരു പശ്ചാത്തലം എന്തായിരുന്നു? സമസ്ത രൂപീകരിക്കപ്പെട്ടപ്പോൾ തന്നെ സമസ്തക്ക് ഒരു വിദ്യാർത്ഥി സംഘടന വേണമെന്നുള്ള ആശയം പലരിൽ നിന്നും അത് പൊന്തി വന്നിരുന്നു. 1950 തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന വേണമെന്നുള്ള ചിന്ത സമസ്തയുടെ ആലിമ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 1957 വാഴക്കാട് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തു തുലബ എന്ന പേരിലൊരു സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടു. 1958 വടകരയിലും അതുപോലെ കക്കാടും എല്ലാം വെച്ചുകൊണ്ട് ഈ ജമിയത്തു തുലബ എന്നുള്ള ആ വിദ്യാർത്ഥി സംഘടനയുടെ ഓരോ കൺവെൻഷനുകൾ നടന്നിട്ടുമുണ്ട്. പിന്നീട് 1973 ഏപ്രിൽ 29 പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ചുകൊണ്ട് SSF എന്നുള്ളതായിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് സംഘടന ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് 1973 ഏപ്രിൽ 29 ജാമിയ നൂരിയയിൽ വെച്ച് SSFന് രൂപം നൽകപ്പെട്ടത്. ഈ SKSSF എന്ന ഒരു ഇന്ന് അറിയപ്പെടുന്ന പഞ്ചാക്ഷരിയിൽ ഈ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം മാറിയതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 73 SSF രൂപീകരിക്കപ്പെട്ടല്ലോ. അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളും അതിൻ്റെ സെക്രട്ടറി ബഹാവുദ്ദീൻ കൂരിയാടുമായിരുന്നു. AV അബ്ദുറഹ്മാൻ ഫൈസി, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതിൻ്റെ കൺവീനറുമായിരുന്നു. അങ്ങനെയുള്ള സംഘടന അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വരുമ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടത്, അങ്ങനെയുള്ള ആ ഉദ്ദേശത്തിൽ നിന്ന് ആ സംഘടന വ്യതിചലിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ശരിക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ കീഴിൽ, സമസ്തയുടെ കീഴിൽ അടിയുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവരോട് പല നിർദ്ദേശങ്ങൾ നൽകിയപ്പോഴും അവർ അതെനിക്ക് വഴങ്ങാതിരുന്നപ്പോൾ പിന്നെയും ഈ SSFൻ്റെ നേതൃത്വത്തിനെതിരായുള്ള പ്രവർത്തനം അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സമസ്തക്ക് പിന്നെ വേറൊരു സംഘടന ബദൽ സംഘടന രൂപീകരിക്കേണ്ടി വന്നു. അങ്ങനെ 1989 ഫെബ്രുവരി 19 SSFനെ പിരിച്ചുവിടുകയും എന്നിട്ട് അതിനിക്ക് ബദലായിട്ട് SKSF രൂപീകരിക്കപ്പെടുകയും ചെയ്തു. SKSF അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ആദ്യ തുടക്കത്തിൽ അതിൻ്റെ നേതാക്കളും അവരുടെ പ്രവർത്തനങ്ങളും അതെങ്ങനെയായിരുന്നു? തുടക്കത്തിൻ്റെ പ്രവർത്തനത്തിനിക്ക് എല്ലാത്തിനും കഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ, ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് രൂപീകരിക്കുമ്പോൾ തന്നെ ഈ SKSF 89 രൂപീകരിക്കുമ്പോൾ അതെനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് അതിൻ്റെ പ്രവർത്തകന്മാർക്ക് വാഹനങ്ങളോ പത്രമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ യൂണിറ്റുകൾ രൂപീകരിക്കുമ്പോഴും മറ്റുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിക്കപ്പെടുമ്പോഴെല്ലാം വലിയ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ആ സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കം ആദ്യത്തെ പ്രസിഡന്റ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സെക്രട്ടറിയുമായി ആയിട്ടാണ് രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം സദീഖ് അലി ശിഹാബ് തങ്ങൾ കുറേ കാലം പ്രസിഡൻ്റായി. പിന്നെ അതിൻ്റെ ശേഷം അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡൻ്റായി. പിന്നീട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോഴും അവർ തന്നെ പ്രസിഡൻ്റായും കൊണ്ട് അതിൻ്റെ പ്രവർത്തനം തുടർന്നു വരുന്നു. നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിലവിലുണ്ടായ ഒരു സംഘടനയെ പിരിച്ചുവിടുകയും പുതിയൊരു സംഘടന സമസ്ത ഉണ്ടാക്കുകയും അങ്ങനെ വരുമ്പോൾ അന്ന് SKSF നേരിട്ട വെല്ലുവിളികൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ പലതും ഉണ്ടായിട്ടുണ്ട്.
SKSF-ന്റെ നേതാക്കൾക്കും പ്രവർത്തനങ്ങൾക്കും പല മർദ്ദനങ്ങൾ വരേക്കും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികമായ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യകാല പ്രവർത്തകന്മാർക്ക് കുറേ കടബാധ്യതകൾ ഉണ്ടായിട്ട് ആ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോലും പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ പലതും വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പല വിഷമങ്ങളും കഷ്ടതകളും SKSF നേതാക്കൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം അവർ സഹിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണ് നാം SKSF മൊത്തത്തിലുള്ള കേന്ദ്രമായിട്ട് അതിൻ്റെ തുടക്കവും അതിൻ്റെ ആദ്യകാല നേതാക്കളും ഇതെല്ലാം നാം അറിയുമ്പോഴും പ്രധാനമായി നമ്മുടെ കർണാടകയിൽ സമസ്തയുടെ പ്രവർത്തനം അല്ലെങ്കിൽ SKSF-ന്റെ തുടക്കം അത് എങ്ങനെയായിരുന്നു? കർണാടകയിൽ ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ ഈ സംഘടനയുമായി ബന്ധപ്പെടുന്നത് 1982 ഞാൻ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയിലേക്ക് അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നു, സനദ് വാങ്ങാൻ വേണ്ടി പോകുന്നത്. ഷെയ്ഖുന തൊട്ടി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മാഹിൻ ഉസ്താദ്, അവരുടെ ദർസിൽ നിന്നാണ് ഞാൻ ജാമിഅ നൂരിയയിലേക്ക് പോയത്. തൊട്ടി ഉസ്താദിൻ്റെ ആ ശ്രമം, ബാഹിറിലുള്ള പ്രവർത്തനമില്ലെങ്കിലും ബാത്തിനിലൂടെയുള്ളവർക്കുള്ള പ്രവർത്തനം കാരണമായിട്ട് അവരുടെ ശിഷ്യന്മാരെല്ലാവരും സമസ്തയുടെ പ്രവർത്തകന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു സമസ്തയുടെ പ്രവർത്തകനായി മാറാൻ സാധിച്ചു. അങ്ങനെ 82 ജാമിഅ നൂരിയയിൽ ചേർന്നപ്പോൾ തന്നെ ആ കൊല്ലം മുതൽക്ക് സംഘടനാപരമായി ഞാൻ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. 82 ആദ്യമായി, 82 ശേഷമോ 83 മറ്റായിരിക്കാം, 82 ജാമിയയിൽ ചേർന്നത്. അതിൻ്റെ ശേഷം 82 83 ആയിരിക്കാം. കുംബ്ര മേഖല, നമ്മുടെ നാട് കുംബ്ര മേഖലയിൽപ്പെട്ട മൈതാനിമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെയുള്ള കുറേ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ എല്ലാം കൂട്ടി SSF കുംബ്ര മേഖല എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കുംബ്ര മേഖല എന്ന് പറഞ്ഞാൽ മൈതാനിമൂല, ഷേഖ്മല, തിങ്കളാടി, അരിയെടുക്ക, ഓലമുണ്ടവ്, ഘട്ടമന, മാടാവ്, പിന്നെ ഏഴായല്ലോ 7 മഹല്ലുകൾ കൂടിയിട്ടാണ് കുംബ്ര മേഖല. ആ കുംബ്ര മേഖല SSF രൂപീകരിക്കുകയും അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ മഹല്ലത്തിലും സുന്നത്ത് ജമാഅത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ മഹല്ലിലും അവിടെ പോയി വയൽ രൂപത്തിൽ, പ്രസംഗ രൂപത്തിൽ ആ മഹല്ലത്തിലുള്ളവർ മൈക്യവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യണം, ഞങ്ങൾ പോയിട്ട് പ്രസംഗിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ 7 മേഖലയിലും 7 മഹല്ലിലും ഞങ്ങൾ കുംബ്ര മേഖല SSF-ന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ആ പ്രവർത്തനം കാരണമായിട്ട് 6 മഹല്ലുകളും ഇന്ന് സമസ്തൻ്റെ കൂടെയാണ്. ഒരു മഹല്ല് എന്തുകൊണ്ടോ എന്ന് പറയാൻ പറ്റുന്നില്ല, ഇപ്പോൾ സമസ്തൻ്റെ കൂടെ ഇല്ല. ഇൻഷാ അല്ലാഹ് സമസ്തൻ്റെ കൂടെ ആക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കർണാടകയിലുള്ള ഈ സമസ്തയുടെ തുടക്കം എന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം അത് എവിടെ വെച്ചായിരുന്നു? അതിൻ്റെ സമിതി രൂപീകരണമൊക്കെ എവിടെ വെച്ചായിരുന്നു എന്ന് ഉസ്താദിനൊന്നും ഓർമ്മയുണ്ടോ? എൻ്റെ നേതൃത്വത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. കൂടെ പലരും സഹായികളായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അൽ ഹാദിയുൽ ഖാദിരി KP സയ്യിദ് മുഹമ്മദ് തങ്ങൾ പുത്തൂർ നബറല്ലാഹു മർഖദഹു, അവരെ പ്രവർത്തനം ലാഹിറില്ലെങ്കിലും അവർ ഉള്ളിൽ കൂടി നമുക്ക് നല്ലോണം സപ്പോർട്ടാക്കിയിട്ടുണ്ട്. അവരെ മറക്കാൻ സാധ്യമല്ല. അതുപോലെയുള്ള കുറേ നേതാക്കളെല്ലാം മരിച്ചവരുമുണ്ട്, ഹയാത്തിലുള്ളവരുമുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ അല്ലാഹു തആല, അവരുടെയും നമ്മുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആദ്യമായിട്ട് SKSF രൂപീകരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുംബ്ര മേഖല SSF രൂപീകരിച്ചു എന്ന്. ആ കുംബ്ര മേഖലയിലുള്ള ഞങ്ങൾ തന്നെയാണ് പുത്തൂർ താലൂക്ക് SSF രൂപീകരിച്ചത്. അന്ന് SSF സമസ്തൻ്റെ കൂടെ ആയിരുന്നു. SSF എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അന്ന് SSF-ന്റെ കേന്ദ്ര സമിതിയുടെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. അപ്പോൾ കുംബ്ര മേഖലയിലുള്ള ആ SSF-ന്റെ പ്രവർത്തകന്മാർ കൂടി പുത്തൂർ താലൂക്ക് SSF രൂപീകരിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വന്ന് 89 SSF-നെ പിരിച്ചുവിട്ട് SKSF കേന്ദ്ര സമിതി ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെ
അതേ ഫെബ്രുവരി മാസത്തിൽ തന്നെ 1989 ഫെബ്രുവരി മാസത്തിൽ തന്നെ കേന്ദ്ര സമിതി രൂപീകരിച്ച 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുത്തൂർ താലൂക്കിൽ SKSF രൂപീകരിച്ചു. അതേ മുമ്പുണ്ടായിരുന്ന അതെ SSFനെ ഞങ്ങൾ SKSF ആക്കി മാറ്റി. അതിൻ്റെ പ്രസിഡന്റ് മുമ്പ് SSFൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. അതേ നിലക്ക് തന്നെ അതിൻ്റെ SKSFൻ്റെയും പ്രസിഡൻ്റായിട്ട് തൊട്ടാൻ എനിക്ക് സാധിച്ചു. എന്നെ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ട് അങ്ങനെ ഞാൻ ഏറ്റെടുത്തു. പിന്നെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ട് വന്നു. പിന്നെ അപ്പോഴും നല്ല പ്രവർത്തിക്കാൻ വല്ലാത്ത കഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു. 89 രൂപീകരിച്ചു. 90 SKSF പുത്തൂർ താലൂക്ക് നല്ലൊരു കലണ്ടറെല്ലാം അടിച്ച് വിതരണം ചെയ്ത് പല ഭാഗത്തേക്കും എത്തിച്ച് നല്ലൊരു പ്രവർത്തനമായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ പല നിലക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം അതേ കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റിയും രൂപീകരിച്ചത്. പുത്തൂർ താലൂക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ അന്നും ജില്ലയുടെ പ്രസിഡന്റ് ഞാൻ തന്നെയായിരുന്നു. KP അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു പ്രവർത്തകനായിരുന്നു. അന്ന് വപ്പളികയിൽ സദർ മാലിന്യമായിരുന്നു അദ്ദേഹം ഓടി നടന്ന് ഈ കലണ്ടർ നമ്മുടെ ജില്ലയിലെയും അടുത്ത ജില്ലൻ്റെ പല ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി ആൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹുസൈൻ ദാരിമി എല്ലാം കൂടി ഉണ്ടായിരുന്നു. ഹുസൈൻ ദാരിമി, SB ദാരിമി പോലെയുള്ള ആൾക്കാരെല്ലാം. അതുപോലെ മരിച്ചുപോയ ഒരാളുണ്ടല്ലോ, മൗലാന കബക്ക അബ്ദുൾ റസാഖ് മൗലാന, മലേഷ്യ. അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മെമ്പറായിട്ടുള്ള അബ്ദുൾ റഷീദ് ഹാജി പറലെടുക്ക, അദ്ദേഹവുമെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും പല ഇടപേരുകളും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, പല നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ പ്രവർത്തിച്ച് താലൂക്ക് കമ്മിറ്റി ഉണ്ടാക്കി, ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി. ആദ്യമായിട്ട് സമസ്തയുടെ പ്രവർത്തനം, SKSFൻ്റെ പ്രവർത്തനം കർണാടകയിലേക്ക് വന്നത് പുത്തൂരിലൂടെയാണ്. പുത്തൂർ താലൂക്ക് SKSF ആണ് ആദ്യം രൂപീകരിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ദക്ഷിണ കന്നഡ ജില്ലാ SKSF രൂപീകരിച്ചു. പിന്നെ പല ഭാഗത്തേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് SKSF നല്ല ഒരു നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ 10-20 ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട റഫീഖ് ഹുദവി കോലാരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിട്ട് SKSF നല്ല ശക്തിയോടുകൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 20 ജില്ലയിൽ അതിൻ്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ പ്രവർത്തനം എത്തും. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുറത്തും സമസ്തയുടെ പ്രവർത്തനം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം SKSFൻ്റെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതിലൂടെ തന്നെ അതിന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ ഇടയിലൂടെ പറഞ്ഞ സമസ്തയുടെ തുടക്കത്തിൽ ആ കലണ്ടർ വെക്കുന്ന വിഷയമൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അത് ഞാൻ വലിയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയൊന്നും പ്രസിദ്ധമല്ലെങ്കിലും ഉസ്താദിൻ്റെ ഭാര്യയുടെ സ്വർണങ്ങളൊക്കെ വിറ്റ് എന്തോ വിഷയം ഉണ്ടല്ലോ, അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വിഷയം ഇപ്പോഴേ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ. അതിനെ പ്രചരിപ്പിക്കാനോ മറ്റൊന്നും പോകണ്ട. അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം സഹിക്കേണ്ടിയും വഹിക്കേണ്ടിയും വരുമല്ലോ. അത് പ്രചരിപ്പിക്കാനോ ഇവിടെ പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പ്രചരിപ്പിക്കുകയും വേണ്ട. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഉസ്താദ്, ഇത് നിങ്ങളെ ആ തുടക്ക കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായ മറ്റു നേതാക്കൾ ഇന്ന് ഞാൻ ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ ജീവിച്ചിട്ടുള്ള അതുപോലെ മരിച്ചുപോയ പ്രധാനപ്പെട്ട ആളുകളൊന്ന് പറഞ്ഞാൽ നന്നായി. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ പുത്തൂർ തങ്ങൾ അവരുടെ പ്രവർത്തനം നല്ലോണം നമുക്ക് ശക്തി പകർന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ജില്ലയിൽ കല്ലെടുക്ക ഇബ്രാഹിം ഹാജി, അതുപോലെ ഷാഹു മുസ്ലിയാർ, മിത്തബേൽ ഉസ്താദിനെ മറക്കാൻ സാധ്യമല്ല. മിത്തബേൽ ഉസ്താദ്, ഷാ മുസ്ലിയാർ ആത്തൂർ, അതുപോലെ ഖാസിം മുസ്ലിയാർ, വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എല്ലാം ആയിട്ടുണ്ടായിരുന്ന മഹാനവറുകൾ പുത്തൂരിൽ മുദരിസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മുടെ പുത്തൂരിലേക്കും ദക്ഷിണ കന്നഡ ജില്ലക്കും അവർക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം ശക്തി പകർന്നിട്ടുണ്ട്. അതുപോലെ പലരും മരിച്ചുപോയവരുണ്ട്, പലരും ഹയാത്തിലുള്ളവരുമുണ്ട്. മരിച്ചുപോയവർക്കുള്ള ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപായി കൊടുക്കട്ടെ. ഹയാത്തിലുള്ള പ്രവർത്തകന്മാരുടെ ആയുസ്സിനെ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലായ ആഫിയത്തോടുകൂടെ നീട്ടിത്തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അന്ന് കേരളത്തിലുണ്ടായതുപോലെ തന്നെ അന്ന് SKSF നേരിട്ട വെല്ലുവിളികളെ പോലെ കർണാടകയിൽ തുടങ്ങുന്ന സന്ദർഭത്തിൽ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അതൊന്ന് ഉസ്താദ് പറയുമോ? ആ വെല്ലുവിളികൾ കേരളത്തിലുള്ളത് പോലെ തന്നെ കർണാടകയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും
ഏകദേശം അതിനോട് തുല്യമായതായ ഒരു വെല്ലുവിളികൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ കൂക്കുവിളികളും കല്ലെറിയലും ഇങ്ങനെയുള്ള പലതും ഉണ്ടായിട്ടുണ്ട്. പലതും ഇപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. ഏതായാലും മൊത്തത്തിൽ കേരളത്തിലുള്ള വെല്ലുവിളികളെ പോലത്തെ അതിനോട് സാദൃശ്യമായ വെല്ലുവിളികൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികൾ അത്രത്തോളം പറയാനൊന്നുമില്ല. ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് സംഘടനകളെല്ലാം. ഇപ്പോൾ ചെറിയ ചെറിയ രൂപത്തിലുള്ള വെല്ലുവിളികൾ മാത്രമാണ് ഉള്ളത്. അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സമസ്തയെ ശക്തിപ്പെടുത്താൻ, SKSF-നെ ശക്തിപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ഇന്ന് നല്ലൊരു ശക്തി പ്രാപിച്ച ഒരു സംഘടന ഇന്ന് കർണാടകയിൽ മൊത്തം ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ അടുത്ത ജില്ലയായ ഉടുപ്പി ജില്ലയിൽ അവിടെയും അവിടെ കുറച്ച് പ്രവർത്തനങ്ങളെല്ലാം പിന്നോട്ടായി. SKSF-ന്റെ മൊത്തത്തിൽ പിന്നിലായിരുന്ന സന്ദർഭത്തിലാണ് ഉസ്താദിന്റെ ഒരു കടന്നുവരവ് അവിടെ മുൽക്കിയിലേക്ക്, അവിടെ ഉടുപ്പി ജില്ലയിലേക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവിടെയും SKSF-ന്റെ ഒന്നും കൂടി അതിന് പുനർജീവൻ കൊടുക്കാൻ ഉസ്താദും അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന്, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു SKSF എന്ന് പറയുമോ? മുൽക്കിയിലാണ് ഇപ്പോൾ ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൽക്കി ഉടുപ്പി ജില്ലയല്ല, ഉടുപ്പി ജില്ലയുടെ അടുത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ പ്രവർത്തനത്തിനും എന്നോട് അവർ ബന്ധപ്പെടുന്നുണ്ട്. എന്നോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സമസ്തക്കാരനായതുകൊണ്ട് അവരെ കൂടെ നിൽക്കുക എൻ്റെ കർത്തവ്യമായതുകൊണ്ടും അവരോട് പലതരക്കും ഞാൻ സഹകരിക്കുന്നുണ്ട്. അവിടെ SKSF ഉടുപ്പി മേഖലാ കമ്മിറ്റി ഉണ്ടായിരുന്നു, ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നില്ല. മേഖലാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 6 വർഷത്തിൻ്റെ ശേഷം അവർക്കുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഉടുപ്പി മേഖല SKSF-ന്റെ ഒരു പ്രസിഡന്റ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയി. അങ്ങനെ ആ സംഘടന ഒരു 32,000 റുപ്യ കടത്തിലായിരുന്നു 6 വർഷം മുമ്പുള്ള എന്തോ ഒരു പ്രവർത്തനം കാരണമായിട്ട്. അതുകൊണ്ട് തന്നെ കടബാധ്യത ഉണ്ടാകുമ്പോൾ പിന്നെ പ്രവർത്തിക്കാൻ ആവേശം ഉണ്ടാവുകയില്ലല്ലോ. അങ്ങനെ അവർക്കുള്ള പ്രവർത്തനമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ മുൽക്കിയിലേക്ക് പോയതിൻ്റെ ശേഷം അവരുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പ്രവർത്തകന്മാരെല്ലാം ഒന്ന് വിളിച്ചുകൂട്ടി. സമസ്ത സമാലോചന സഭ എന്നുള്ള ഒരു സഭ, അതിൽ സമസ്തയോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകന്മാരെയും ഒന്ന് കൂട്ടി. എന്നിട്ട് അവരുമായി ആലോചിച്ചു. എന്നിട്ട് അപ്പം തന്നെ ആ 32,000 റുപ്യ കടം തീർക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ആ കടം തീർന്നപ്പോൾ അവർക്കൊരു ആവേശം, ഒരു പുനർജന്മം എന്ന് പറയുന്നല്ലോ, അങ്ങനെയുള്ള ഒരു ജന്മം അവർക്ക് ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ശേഷമുള്ള എല്ലാ പ്രവർത്തനവും അവർ സജീവമായി നടത്തുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലാക്കും പോലെ തന്നെ ആഗസ്റ്റ് 15-ന്റെ പരിപാടി, രാഷ്ട്രരക്ഷണ അതെ SOS-ന്റെ വകയായിട്ടുള്ള ആ പരിപാടി നടത്തി. പിന്നെ ഇപ്പോൾ അടുത്ത് ജനുവരി 26-ന് ഉള്ള മനുഷ്യജാലിക ആ പരിപാടിയും നടത്തി. ഇപ്പം അൽഹംദുലില്ലാഹ് കടമൊന്നുമില്ല. അവരുടെ കയ്യിൽ ഒരു 7,000 റുപ്യ ഇപ്പോൾ ബാക്കിയുണ്ട് അവർക്കുള്ള കയ്യിൽ. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഉന്മേഷവും ആവേശവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉടുപ്പി ജില്ല SKSF കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോൾ അതിൻ്റെ രൂപരേഖയെല്ലാം അവർക്ക് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ആദ്യം കമ്മിറ്റി രൂപീകരിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ 12 മദ്രസ അംഗീകരിച്ചിട്ടുണ്ട് ഉടുപ്പി ജില്ലയിൽ. ആ 12 മദ്രസയിൽ ഓരോ സ്ഥലത്തും പിന്നെ യൂണിറ്റ്, SKSF-ന്റെ യൂണിറ്റ് ഉണ്ടാക്കി. പിന്നെ ഈ 12 ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയും കൊണ്ട് പിന്നെ അതുപോലെ ഈ 12 ഈ മഹലല്ലാത്ത ബാക്കിയുള്ള മഹലിൽ മദ്രസ സമസ്തൻ്റെ ഇല്ലെങ്കിലും കുറച്ച് സമസ്തൻ്റെ പ്രവർത്തകന്മാരുണ്ടാകും. അവിടെയും കഴിയുന്നത്ര ശാഖകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാം. അതിന് മുമ്പ് ഒരു അഡ്ഹോക്ക് സമിതി, ജില്ലാ അഡ്ഹോക്ക് സമിതി ഉണ്ടാക്കിയും കൊണ്ട് പ്രവർത്തിക്കാം എന്ന് സ്റ്റേറ്റ് നേതാക്കളോട് പറഞ്ഞപ്പോൾ അവർ അതിനെ അങ്ങനെ അംഗീകരിക്കുകയും ആ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലൊരു പ്രവർത്തനം അവിടെയും ഉണ്ടാകും. പിന്നെ ബാക്കിയുള്ള എല്ലാ സംഘടനകളും ജമിയത്തുൽ മുഅല്ലിമീൻ അവിടെ ഏകദേശം സജീവമായിട്ടുണ്ട്. പിന്നെ ജമിയത്തുൽ ഉലമ അതുപോലെയുള്ള കമ്മിറ്റികളെല്ലാം രൂപീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലുണ്ട്, ആ പ്രവർത്തനത്തിലുണ്ട്. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ. നിങ്ങളന്ന് പ്രവർത്തനം തുടങ്ങുന്നതിന് തൊട്ട് അന്ന് മുതൽ തന്നെ കുംബ്ര മേഖല അതിൽ നിന്ന് തുടങ്ങി, പിന്നെ SKSF ആയതിനു ശേഷം പുത്തൂർ താലൂക്ക്, അതാണ് SKSF-ന്റെ കർണാടകയിലെ പ്രഥമമായിട്ടുള്ള ഒരു സമിതി. അവിടുന്ന് പിന്നെ തുടർന്ന്
ജില്ലയിലേക്ക് പോയി. അതിനും തുടർന്ന് അങ്ങനെ ഇന്ന് മൊത്തം അൽഹംദുലില്ലാഹ് നമ്മുടെ കർണാടക മൊത്തം കവറാകുന്ന രീതിയിൽ ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ കലോത്സവം 2 വർഷത്തിന് മുമ്പ് നടന്നു, ഈ വർഷം നടന്നു. ഈ വർഷം മൈസൂരിൽ അതുപോലെ തന്നെ ഹാനകൾ നല്ല വിപുലമായ നിലക്ക് നടന്നു. 20ഓളം ജില്ലകളിലെ വിദ്യാർത്ഥികൾ വന്നു. നല്ല സുന്ദരമായ പരിപാടികളെല്ലാം നാം കണ്ടു, സന്തോഷിച്ചു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ SKSFന്റെ പ്രവർത്തനം അതുമായി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലക്കായിട്ടുണ്ട്. ആ കലോത്സവ പരിപാടിയിൽ, മൈസൂരിൽ നടന്ന ആ പരിപാടിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ ജില്ലക്കും അതുപോലെ അയൽ ജില്ലകൾക്കുമെല്ലാം സാധിച്ചിട്ടുണ്ട്. 20 ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകന്മാർ വന്ന് അതിൽ സംബന്ധിക്കുക, ആ പരിപാടിയിൽ പിന്നെ അവർക്ക് സംബന്ധിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും നല്ല ഒരു ഉന്മേഷവും അതുപോലെ നല്ല വിജയം കരസ്ഥമാക്കാനും എല്ലാം അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ജില്ലയിൽ ശംസുൽ ഉലമ അറബിക് കോളേജ് അതുപോലെ പല സ്ഥാപനങ്ങളും ഉണ്ടായല്ലോ. ആ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് സമസ്തയുടെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം കാരണമായിട്ട് തന്നെയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല നിലക്ക് നല്ലൊരു ശക്തിയായി നമ്മുടെ ജില്ലയും അതുപോലെ നമ്മുടെ ജില്ലയിൽ മാത്രമല്ല അയൽ ജില്ലകളിലും കൊടകിലാണെങ്കിലും സമസ്തയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അവിടെയും സമസ്തയുടെ സ്ഥാപനങ്ങളുണ്ട്, മറ്റുള്ള സ്ഥലത്തുമെല്ലാം ഉണ്ട്. ഇല്ലാത്ത സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ വ്യാപിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു അതിനെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജില്ല അല്ലാത്ത അയൽ ജില്ലയാകുന്ന നോർത്ത് കർണാടകയിൽ ഇപ്പോൾ സമസ്തൻ്റെ പ്രവർത്തനം നല്ല നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10-30 മദ്രസയിലെ വിദ്യാർത്ഥികൾ ഇക്കൊല്ലം പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള അപേക്ഷയെല്ലാം നൽകിയിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തനം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അവിടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ അതുപോലെ മിത്തവീൽ ഉസ്താദ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് KISന്റെ ഭാഗമായിട്ടുള്ള ഒരു സമിതി, പിന്നെ ചാപ്പുള്ള അതുപോലെ ഹൈദരാബാദിയുടെ ഈശ്വന്മാർ കൂടിയിട്ടുള്ള ഒരു സംഘടന, അവരെല്ലാം കൂടിയിട്ട് റഹ്മാനികളെല്ലാം കൂടിയിട്ടുള്ള അങ്ങനെ കുറേ സംഘടനകൾ ഇപ്പോൾ നോർത്ത് കർണാടകയിൽ ഹുബ്ബള്ളി, ധാർവാഡ പോലെയുള്ള സ്ഥലങ്ങളിൽ കൊന്തഹോള അല്ലേ, അവിടെയെല്ലാം റേഞ്ചെല്ലാം രൂപീകരിക്കുകയും മദ്രസ ഉണ്ടാക്കുകയും എന്നിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ പോയിട്ട് അവിടെ പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇവിടെയുള്ള നമ്മുടെ ജില്ലയുടെയും അയൽ ജില്ലകളുടെയും ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് സമസ്തയുടെ പ്രവർത്തനം ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കണം. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം, എല്ലാവരും അതിന് ശ്രമിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കർണാടകയുടെ SKSFന്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ തുടക്കങ്ങളും നേരിട്ട വെല്ലുവിളികളും ഉസ്താദിൻ്റെ അനുഭവങ്ങളിനാൽ നാം ഒരുപാട് മനസ്സിലാക്കി. ഉസ്താദിൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം ഈ SKSF ദുബായ് കർണാടക അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി നൽകിയതിന് ഉസ്താദിന് നന്ദികൾ സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ കഴിയും വിധം വേറെ SKSFുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളുമായി ഞങ്ങൾ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സല്ലമനല്ലാഹു ഫിദ്ദാറൈൻ. തഖബ്ബലല്ലാഹു മിന്നാ ജമീഅ അഅമാലിനാ. അല്ലാഹു നമുക്ക് ഇനിയും ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദുബായ് പിന്നെ SKSF കർണാടക അതിൻ്റെ പ്രവർത്തകന്മാർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു നല്ല ഉന്മേഷവും നല്ല തൗഫീഖും ഹിമ്മത്തും നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.